ഹായ് എവ്രിവൺ, ഐ എം ഡോക്ടർ ദേവിക ജോബി. വളരെ റാൻഡമായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പുകളും ഇല്ലാതെ ഞാൻ കടന്നുപോയ ഒരു വാർത്തയിലെ പെട്ടെന്നൊന്ന് സ്ട്രൈക്ക് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി നിങ്ങളോട്. ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. ഇന്നലെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ദിവ്യ ജോണി എന്ന് പറയുന്ന ഒരു സ്ത്രീ മരിക്കുകയുണ്ടായി എന്നുള്ള വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ ഞാൻ അറിയുകയുണ്ടായി. അപ്പം ഇന്നിപ്പം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളോട് അതിനെപ്പറ്റി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. കാര്യം ശരിക്കും ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഫേസിലൂടെ കടന്നു പോയിട്ട് ഒരു വല്ലാത്ത ഒരു തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യത്തിലെത്തിയ ഒരു സ്ത്രീയായിരുന്നു ഈ ദിവ്യ ജോണി എന്ന് പറഞ്ഞത്. പേര് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റണമെന്നില്ല, എങ്കിലും ആ ഒരു വാർത്ത പറയുമ്പോൾ പലരും ഐഡൻറ്റിഫൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കൊല്ലത്ത് ഒരു സ്വന്തം കൈക്കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്ന ഒരമ്മ എന്ന രീതിയിലാണ് ദിവ്യ ജോണിയെ നമ്മളെല്ലാവരും പരിചയപ്പെട്ടത്. പക്ഷെ പിന്നീട് കുറേ നാളത്തെ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവസാനം ആ സ്ത്രീക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യുകയും നീണ്ടകാലമായിട്ട് അതിൻ്റെ ചികിത്സ നടക്കി അതിൽ നിന്ന് മുക്തയായതിനു ശേഷം പുള്ളിക്കാരി വെളിയിൽ വന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന ഭയാനകമായ ഒരു അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. താൻ കടന്നുപോയ ആ ഒരു മാനസികാവസ്ഥയെപ്പറ്റിയും ഈ അസുഖത്തിൻ്റെ കാഠിന്യതയെക്കുറിച്ചും ഇത് അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ വേദനയെക്കുറിച്ചും പല രീതിയിൽ പല മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ പല വേദികളിലൂടെ അവർ വന്ന് സംസാരിച്ചു. അങ്ങനെയുള്ള വേദികൾ പലപ്പോഴും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടത്തി തുടങ്ങി. അങ്ങനെ ശരിക്കും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് കുറച്ചും കൂടെ ബോധവൽക്കരിക്കാനായിട്ട് ആ സ്ത്രീക്ക് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ദിവ്യ ജോണി വിവാഹിതയാകുകയും ഇപ്പോൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പിന്നീട് വീട്ടിലെത്തിയ ശേഷം ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത് എന്ന് ന്യൂസ് വഴി അറിയാൻ പറ്റി. യാഥാർത്ഥ്യം എന്തെന്നറിയില്ല. എങ്കിലും ഈ ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിക്കാൻ സമൂഹവും ഒരുപാട് കാരണക്കാരായതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം അവർ പലപ്പോഴും മുന്നോട്ട് വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് കുറ്റപ്പെടുത്തലുകളാണ് ചുറ്റും ഈവൻ കമൻറ്റ് സെക്ഷനുകളിൽ പോലും കണ്ടുവന്നിരുന്നത്. കാര്യം നമ്മൾ ഇതിനു മുന്നേ ആരും പ്രസവിച്ചിട്ടില്ലേ, ഇപ്പോഴാണ് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ വരുന്നത്, ഇത് കൊച്ചിനെ കൊന്നതിനൊരു കാരണമാക്കി പറഞ്ഞ് രക്ഷപ്പെടാനാണ്. ശരിയാണ്, ഇന്നത്തെ കാലത്ത് പല സ്ത്രീകളും കുഞ്ഞുങ്ങളെ കൊല്ലുകയും പല സ്വന്തമായ കാര്യത്തിനും നേട്ടങ്ങൾക്കും വേണ്ടി ഒളിച്ചോടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കാലമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതൊരു വിഭാഗമാണ്. ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ജെന്യുവൻ കേസാണ് എങ്കിൽ അതൊരു ശരിക്കും ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട, ശ്രദ്ധ നേടേണ്ട ഒരു വിഭാഗം തന്നെയാണ്. അതൊരു രോഗാവസ്ഥയാണത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ അമ്മമാർ ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രെസ്സ്, മെൻ്റൽ സ്ട്രെസ്സ്, കരിയർ സ്ട്രെസ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ കൂടെയാണ് ഒരു കുഞ്ഞിനെ കൂടെ മാനേജ് ചെയ്യേണ്ട ഒരു സാഹചര്യം. പ്രത്യേകിച്ച് പണ്ടത്തെ പോലെ ഒരു കൂട്ടുകുടുംബമൊന്നും അല്ല. അപ്പം ചെറിയ കുടുംബങ്ങളാണെങ്കിൽ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടി വരുമ്പോൾ, ഉറക്കമില്ലാതെ വരുമ്പോൾ, ഹോർമോണൽ വേരിയേഷൻ കൊണ്ട് ഇതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഇന്നത്തെ അമ്മമാരെ കൂടുതൽ പ്രോണാക്കുന്നുണ്ട് ഈ ഒരു PPDക്ക് ഒരു അവസ്ഥ ഉണ്ടാവാനായിട്ട്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ സമൂഹം കുറച്ചുകൂടെ ബോധവാന്മാരായിരിക്കണം. നമ്മൾക്കറിയാവുന്ന ആരെങ്കിലും ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാനും കൃത്യമായ ഡയഗ്നോസിസ് ആ ഒരു രീതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ചുറ്റുമുള്ളവർക്കാണ് പറ്റുക. അപ്പം നമ്മളെല്ലാവരും അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കണം. പിന്നെ ഇപ്പോൾ എല്ലാ അമ്മമാർക്കും ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാകണം എന്ന് ഞാൻ പറയുന്നില്ല. പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ഉണ്ടാവാം, പക്ഷെ ഡിപ്രഷനിലേക്ക് എല്ലാവരും പോകുന്നില്ല. അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായ ഒരു ഡയഗ്നോസിസിലൂടെ തിരിച്ചറിയുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഇനി നാളെ ഒരു ദിവ്യ ജോണിയും കൂടെ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം. അപ്പം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെക്കുറിച്ചും ആ അവസ്ഥയുടെ ഭീകരതയെക്കുറിച്ചുമൊക്കെ ഈ ക്രിറ്റിസങ്ങൾക്കിടയിൽ നിന്ന് സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നു ആ കുട്ടി. അപ്പോൾ
എന്താണ് ഇന്നത്തെ അവസ്ഥ എന്ന് നമുക്കറിയില്ല. പക്ഷേ നാളെ ഒരമ്മയ്ക്കോ ഒരു കുഞ്ഞിനോ ഈ തരത്തിലൊരു ദുരനുഭവം ഉണ്ടാവാതെ രക്ഷിക്കാൻ നമുക്ക് പറ്റിയാൽ അത് വലിയൊരു കാര്യമായിരിക്കും. അപ്പം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെക്കുറിച്ച് എല്ലാവരും അവെയർ ആയിരിക്കുക. അങ്ങനെ ഒരാൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച് നമുക്കൊരു ദുരന്തം ഒഴിവാക്കാനായിട്ട്, ഒരു കുടുംബത്തെ തന്നെ രക്ഷിക്കാനായിട്ടും സാധിക്കും. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു ന്യൂസ് കടന്നു പോയപ്പോഴത്തേനും കുറച്ച് ദിവസങ്ങളായി, പക്ഷേ ഇന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചപ്പോഴത്തേനും എനിക്കതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. അതാണ് വളരെ റാൻഡമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വന്നത്. അപ്പം കൂടുതൽ കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ നേരത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ വീഡിയോസ് കാണുക. പിന്നെ ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഒരു വേദിയായിട്ട്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ പലപ്പോഴും ഈ ഒരു യൂട്യൂബിനെ കാണുന്നത്. കാര്യം ഇന്നിപ്പം നമ്മളെ തോട്ട്സ് ഷെയർ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പം ഇങ്ങനെ വന്ന ഒരു തോട്ട് നിങ്ങളോട് ഷെയർ ചെയ്തു. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുക, മനസ്സിലാക്കുക. നാളെ വേറൊരാൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ടാതെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ അത് വലിയൊരു കാര്യമായി കാണണം. താങ്ക് യു.